ഉള്ളുവെന്ന്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, ഈ പ്രസംഗിക്കുന്നവരും ഈ കേൾക്കുന്നവരും ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും ഉറപ്പായിട്ടുള്ള ഒരു കാര്യം എന്തെന്നറിയാമോ? അത് മരണമാണ്. ഈ ലോകത്തിൽ നിന്ന് ഞാൻ നിങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ ഏത് നിമിഷവും മാറ്റപ്പെടേണ്ടവരാണ്. അങ്ങനെ കടലിലെ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു തരി മണൽത്തരിയുടെ ആയുസ് ഉള്ളുവെങ്കിൽ ഈ ലോകത്തിന്റെ ഈ നിസാര ജീവിതത്തിന് വേണ്ടി മാത്രം ജീവിക്കേണ്ടവരാണോ നാം? ഇതിനപ്പുറത്തുള്ള ഒരു ജീവിതത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കണ്ടേ? ഇന്ന് രാവിലെ നാം കേട്ട വാർത്ത എത്രയോ ഭയമുണ്ടാക്കുന്നതാണ്. വെനസ്വേല എന്ന രാജ്യം നടുങ്ങി വിറച്ചത്. 1 ലക്ഷത്തോളം ആളുകൾ അപായപ്പെട്ടു പോയി എന്നുള്ള വാർത്തയൊക്കെയാണ് കേൾക്കാൻ കഴിഞ്ഞത്. റിക്ടർ 7.2 7.5 തീവ്രത രേഖപ്പെടുത്തിയ ആ ഭൂകമ്പത്തിലൂടെ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഒരു പ്രദേശം ഏതാണ്ട് 150ഓളം കിലോമീറ്റർ അതിന്റെ വ്യാപ്തി വന്നു എന്നാണ് നമുക്കറിയാം. ഒരൊറ്റ നിമിഷം കൊണ്ട് ജീവിതം മാറും, ഒരു സ്ഥലം മാറും, ഒരു ദേശം മാറിപ്പോകും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ സന്ധ്യാസമയത്ത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ ആയുസ്സിനെ കുറിച്ചും ഒക്കെ ഒന്ന് പ്രാർത്ഥനയോടെ ചിന്തിക്കുന്നല്ലതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലേക്ക് കടന്നു വന്ന് കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകിയ വലിയൊരു വാഗ്ദാനമുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയം, അതിന്റെ അസ്വസ്ഥത, അതിന്റെ വേദന, അത് അനുഭവിച്ചിരുന്ന നരകയാതനകൾ അനുഭവിക്കാൻ ഇത് മെഷീൻ ഉണ്ടെങ്കിൽ ഈ പ്രസംഗം കേൾക്കുന്ന പലരുടെയും ഹൃദയമിടിപ്പ് അറിയാൻ കഴിയും. ഒരുപാട് ദുഃഖവും സങ്കടവും വേദനയും ജീവിതഭാരവും സാമ്പത്തിക തകർച്ചയും മക്കളെ കുറിച്ചുള്ള വേദനയും മാതാപിതാക്കളെ കുറിച്ചുള്ള ആകുലതയും ഭാവിയെ കുറിച്ചുള്ള ഉത്കണ്ഠയെല്ലാം നമ്മുടെ ഹൃദയത്തിലുണ്ട്. ആ സമയത്ത് ഈശോ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഒരു പകലിന്റെ അധ്വാനം എല്ലാം കഴിഞ്ഞ് സന്ധ്യാസമയത്ത് നമ്മുടെ ഭവനങ്ങളിലേക്ക് സ്വസ്ഥമായി മടങ്ങാൻ തുടങ്ങുമ്പോൾ അസ്വസ്ഥതയോടെ മടങ്ങുന്നവരുണ്ടാകാം, നാളെയെക്കുറിച്ച് പ്രതീക്ഷയോടെ കടന്നു പോകുന്നവരുണ്ടാകാം. ഈ സന്ധ്യാസമയത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്ന് വെച്ചാൽ അസാധ്യമായത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? നമ്മുടെ സ്വന്തം പരിശ്രമങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? എന്തിനെങ്കിലും ഓർത്ത് ജീവിതത്തെ കുറിച്ച് ഭാരപ്പെടുന്നുണ്ടോ? നമ്മളെ ഇന്ന് മുന്നോട്ട് നയിക്കാൻ പറ്റാത്ത ഏതെങ്കിലും പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടോ? അതിനൊക്കെയുള്ള ഉത്തരമാണ് കർത്താവായ യേശുക്രിസ്തു.